കൃത്യമായി തന്നെ യുവതി മൊഴി നൽകിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. പീഡനമല്ല നടന്നത്, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധം എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയിരിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഏതായാലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ മണിക്കൂറിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഹോട്ടലിൽ വെച്ച് യുവതിയെ പീഡിപ്പിച്ചു, പീഡനത്തിനിരയാക്കി, അതിന് പിന്നാലെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി ചൂഷണം ചെയ്തു, ബ്ലാക്ക്മെയിൽ ചെയ്തു, പിതാവിനെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി, സഹോദരിയുടെ വിവാഹം മുടക്കുമെന്നും കുടുംബത്തെ നശിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. അങ്ങനെ നിരന്തരം ഭീഷണിപ്പെടുത്തി അത്യാഡംബര വസ്തുക്കൾ ഉൾപ്പെടെ വാങ്ങിപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഹരിമോഹൻ, ഇനി നിർണായകമായ ചോദ്യം ചെയ്യലുകളാണ്. ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ മുൻ പരാതികളിലേതുപോലെ തന്നെ കുറ്റം നിഷേധിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം നിഷേധിക്കുകയാണ്. ഒരു തരത്തിലും ചോദ്യം ചെയ്യലിൽ ഈ കുറ്റങ്ങളൊന്നും തന്നെ സമ്മതിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന് ശേഷമാണ് അറസ്റ്റ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് ഇതിന്റെ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത്. അതായത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ, അതായത് ആദ്യ കേസിലും രണ്ടാമത്തെ കേസിലും ഇതിന് സമാനമായി തന്നെ ലൈംഗിക വൈകൃതവും ഒപ്പം തന്നെ കുറ്റകൃത്യവും വെളിപ്പെടുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിച്ചു വരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലായി വരുന്നത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണം പിരിച്ചെടുത്ത നടപടി, ഒപ്പം തന്നെ പീഡന വിവരം പുറത്തു പറഞ്ഞാൽ ജീവിതം തകർക്കുമെന്നുള്ള ഭീഷണി, പിതാവിനെ അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണി മാത്രമല്ല സഹോദരിയുടെ വിവാഹം മുടക്കുമെന്നും രാഹുൽ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അതായത് അതിജീവിതയുടെ പരാതിയിൽ പറയുന്ന കൂടുതൽ കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ക്രൂരമായിട്ടുള്ള ബലാത്സംഗമാണ് യുവതി നേരിട്ടത്, ദേഹോപദ്രവം അടക്കം നേരിട്ടു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഇക്കാര്യങ്ങളെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആശുപത്രി രേഖകളടക്കം ഇതിനോടകം അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണം വാങ്ങുക, ആ പണം വാങ്ങൽ നടപടി എന്ന് പറയുന്നത് പല രീതിയിൽ, അതായത് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നു, ആഡംബര വാച്ച് വാങ്ങുന്നു, ചെരുപ്പ് വാങ്ങുന്നു എന്നതടക്കം നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ചോദ്യം ചെയ്യൽ എയർ ക്യാമ്പിൽ വെച്ച്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ എയർ ക്യാമ്പിൽ വെച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യം ചെയ്യലിലാണ് ഒരു തരത്തിലും താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള നിലയിൽ തന്നെ രാഹുൽ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഏതെങ്കിലും നിലയിലുള്ള നിയമപരിരക്ഷ ലഭിക്കുമോ എന്നുള്ളതാണ് രാഹുൽ ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ കോടതിയില്ല, തിരുവല്ലയിലെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് രാഹുലിനെ ഹാജരാക്കുക. അങ്ങനെ വീട്ടിൽ ഹാജരാക്കുന്ന സമയത്ത് ജാമ്യാപേക്ഷ ഏതെങ്കിലും നിലയിൽ നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും രാഹുലിന്റെ അഭിഭാഷകനെ അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യാപേക്ഷ തയ്യാറാക്കുന്നതിന്റെ എന്തെങ്കിലും നീക്കത്തിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇതിന്റെ ഫോൺ കോൾ വിശദാംശങ്ങളടക്കം വിശദമായി പോലീസ് ഇതിനോടകം തന്നെ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതായത് അതിജീവിതയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ നിരന്തരമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് മറ്റ് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പ്രധാനമായിട്ടും അന്വേഷണ സംഘം ശേഖരിക്കാൻ നിൽക്കുന്നത്. അതിൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം ശേഖരിക്കേണ്ടിയിരുന്നത് ഈ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ആശുപത്രി രേഖകളൊക്കെ തന്നെയായിരുന്നു. കാരണം ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള കാര്യം അതിജീവിതയുടെ പരാതിയിലുള്ളതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടിയിരുന്നു. അവ പരിശോധിച്ചു. ഈ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സ്ഥിരീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് അതിജീവിതയുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ക്രൂരമായ ബലാത്സംഗം നേരിട്ടതാണ് അതിജീവിതയ്ക്ക്. അതുകൊണ്ട് തന്നെ അന്ന് ബലാത്സംഗം നടന്ന, ലൈംഗിക അതിക്രമം നേരിട്ട ആ ഹോട്ടലിലെ രേഖകൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഹോട്ടലിന്റെ രജിസ്റ്ററാണ് പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. ആ രജിസ്റ്റർ പ്രകാരം അതിജീവിത പറയുന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിച്ചത് എന്നുകൂടി ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. അതായത് പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വേണ്ടത് കൂടുതൽ മൊഴികളാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് രാഹുൽ പറയുന്നത് എന്താണ് എന്നുള്ള കാര്യം കൂടി കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ രാഹുൽ എന്തായാലും കുറ്റം ഒരു തരത്തിലും അംഗീകരിക്കാനുള്ള സാധ്യതയില്ല, സമ്മതിക്കാനുള്ള സാധ്യതയുമില്ല. ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും ഒരക്ഷരം പോലും രാഹുൽ പുറത്തു പറയാതെ അന്വേഷണത്തോട് തീർത്തും നിസ്സഹകരണം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്ര ദിവസവും മുന്നോട്ട് പോയത്. മൂന്നാമത്തെ കേസിലും അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയെങ്കിൽ പോലും ഒരു തരത്തിലും കുറ്റം അംഗീകരിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ കഴിയുമ്പോൾ പുറത്തു പറയാൻ
കഴിയുന്ന വിവരം. ഇപ്പോൾ നിലവിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അനിവാര്യമാണ്. രാഹുലിന്റെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ വിഷയം അറിയാമായിരുന്നു എന്നുള്ളത് അതിജീവിതയുടെ പരാതിയിൽ ഒരു പക്ഷേ അതിനകത്ത് കുറച്ചുകൂടി വ്യക്തത വരും. അവരെ കൂടി അങ്ങനെയാണെങ്കിൽ ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും രാഹുലിന്റെ കൂടെ നിൽക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട്. ആദ്യത്തെ കേസിൽ അത് ജോബി ജോസഫ് ആയിരുന്നു, അതായത് ഗർഭചിത്രത്തിന് മരുന്ന് എത്തിച്ചു കൊടുത്ത ജോബി ജോസഫ് ആയിരുന്നു ആദ്യ കേസിൽ അതിജീവിതയ്ക്കെതിരെ അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ആൾ. രണ്ടാമത്തെ കേസിൽ അത് ഫെന്നി നൈനാൻ എന്ന് പറയുന്ന സുഹൃത്തായി തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ മത്സരിച്ച ഫെന്നി നൈനാനാണ് രാഹുലിന് വേണ്ടി അതിജീവിതയെ ഒരു ഹോം സ്റ്റേയിലേക്ക് എത്തിച്ചു കൊടുത്തത്. ഈ മൂന്നാമത്തെ കേസിലും സമാനമായി ഏതെങ്കിലും നിലയിൽ ആരെങ്കിലും രാഹുലിനെ സഹായിച്ചിട്ടുണ്ടോ, ഈ പണം വാങ്ങുന്നത് അടക്കമുള്ള ഭീഷണിപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ രാഹുലിനെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ വ്യക്തത തേടേണ്ടതുണ്ട്. അതുകൂടി പരിശോധിക്കും. അത് പരിശോധിച്ച ശേഷമായിരിക്കും കൂടുതൽ ആളുകളെ പ്രതി ചേർക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. എന്തായാലും ഈ കേസിൽ കൃത്യമായി വകുപ്പുകൾ ചുമത്താൻ നിലവിൽ പോലീസിന് സാധിച്ചിട്ടുണ്ട്. അധികമായി വകുപ്പുകളൊന്നുമല്ല, ആദ്യം തന്നെ എല്ലാ വകുപ്പുകളും, അതായത് എല്ലാത്തിനും ആവശ്യമായ തെളിവുകൾ ലഭിച്ചതുകൊണ്ട് തന്നെ ബലാത്സംഗം, ദേഹോപദ്രവം, ഭീഷണിപ്പെടുത്തൽ, ഒപ്പം തന്നെ പണം തട്ടൽ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കുറ്റങ്ങളായി ചേർത്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എഫ്ഐആറിൽ, അതായത് പത്തനംതിട്ടയിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പിന്നീട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് മാറ്റുകയുമുണ്ടായി. പക്ഷേ അതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന്റെ പൂർണ്ണമായ വിവരങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന ഒരു രീതി കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ എല്ലാ തെളിവുകളും അതിജീവിത തന്നെയാണ് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുള്ളത്. ആ അന്വേഷണ സംഘത്തിന് കൈമാറിയ തെളിവുകൾ വെച്ചുകൊണ്ട് ആ തെളിവുകളിൽ നടത്തിയിട്ടുള്ള പരിശോധനയിലൊക്കെ തന്നെ രാഹുലിനെതിരായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുന്നുണ്ട്. രാഹുലിന്റെ ലൈംഗിക വൈകൃതം, രാഹുൽ നടത്തിയിട്ടുള്ള ക്രൂരത ഒക്കെ തന്നെ വലിയ രീതിയിൽ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഇതിനോടകം തന്നെ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു അറസ്റ്റിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കാൻ കഴിഞ്ഞത്. ആ അറസ്റ്റ് വിവരങ്ങൾ ഒരു തരത്തിലും പുറത്തു പോകാതെ കാത്തു സൂക്ഷിച്ച് അന്വേഷണ സംഘം രാഹുലിനെയും കൊണ്ട് പത്തനംതിട്ട എയർ ക്യാമ്പിൽ എത്തിച്ചുകൊണ്ട് അവിടെ ഏറെ നേരം ചോദ്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. രാഹുലിനെ ആദ്യ കേസിലും രണ്ടാമത്തെ കേസിലും കയ്യിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ മൂന്നാമത്തെ കേസിൽ കിട്ടുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ കൂടി ഒരുപക്ഷെ അന്വേഷണ സംഘം തയ്യാറായേക്കും.